കാഞ്ചിയാർ ബോധി ഗ്രന്ഥശാല നൽകുന്ന 2025 ബോധി പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ ഏറ്റുവാങ്ങി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാഞ്ചിയാറ്റിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ഇടുക്കി ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ എം ബാബു പുരസ്കാരദാനം നിർവഹിച്ചു. ബാലസാഹിത്യം, നാടോടി വിജ്ഞാനീയം, നാടകപഠനം, ജീവചരിത്രം, ലേഖന പരമ്പര, പുനരാഖ്യാനം, കവിത എന്നീ മേഖലകളിലായി 230-ലധികം പുസ്തകങ്ങൾ രചിച്ച് മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും MT എന്ന മഹാപ്രതിഭയുടെ ജീവചരിത്ര ഗ്രന്ഥം മലയാളത്തിന് സമ്മാനിക്കുകയും ചെയ്ത ഡോക്ടർ കെ ശ്രീകുമാറിനെ പുരസ്കാര നിർണായക സമിതി ഐക്യകണ്ഠേനയാണ് അവാർഡിന് തെരഞ്ഞെടുത്തത്. ഡോക്ടർ കെ ശ്രീകുമാറും വായനക്കാരുമായുള്ള സംവാദവും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷമായി. ഞാൻ ജില്ലാ സെക്രട്ടറിയായി വരുന്ന സാഹചര്യത്തിലാണ് ഈ ലൈബ്രറിക്ക് രജിസ്ട്രേഷൻ നൽകുന്നത്. തുടർന്ന് ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ സൗഹൃദം ശ്രദ്ധ നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും താല്പര്യത്തോടു കൂടി വീക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ സാംസ്കാരിക രംഗത്ത് ഇടപെടൽ നടത്തുന്നതിൽ ഈ ഗ്രന്ഥശാല വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഒട്ടേറെ എഴുത്തുകാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ഈ ജില്ലയിൽ തന്നെ കൂടുതൽ ശക്തി പകരാൻ ഈ ലൈബ്രറിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. പ്രശസ്തമായ വ്യക്തികൾക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക് പുരസ്കാരം നൽകുന്ന ഇടുക്കി ജില്ലയിലെ ഏക ലൈബ്രറിയാണ് ബോധി ഗ്രന്ഥശാല. തുടർച്ചയായി നൽകി വരിക ഈ വർഷം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഡോക്ടർ ശ്രീ കെ ശ്രീകുമാർ സാറിനെയാണ്. നമുക്കെല്ലാം അറിയാം, ബാലസാഹിത്യ രംഗത്ത് കേരളത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. സൂചിപ്പിച്ച് 230ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 70-ലധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായി തൻ്റെ സാംസ്കാരിക പ്രവർത്തനം നടത്തി വരുന്ന വ്യക്തിയാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് ജെയിംസ് പി ജോസഫ് അധ്യക്ഷനായി. എഴുത്തുകാരനായ കാഞ്ചിയാർ രാജൻ, മോബിൻ മോഹൻ, പുഷ്പമ്മ, കവി KR രാമചന്ദ്രൻ, KC ബിജു, TK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടാളം. ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടോ ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ? ദൈവമേ, യോ. പേടിപ്പിച്ച് കളഞ്ഞാണോ നോത്തെ? എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച് ചേട്ടൻ എന്നെ കാണിക്കുമായിരുന്നു. വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയല്ല. എന്നിട്ട് ചേട്ടൻ ഒരു കണഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നത്തുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്ന വാടാനത്തെ നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.